നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. അറസ്റ്റിന് സാഹചര്യമില്ലെന്ന നിയമോപദേശം മുഖവിലക്കെടുത്ത് പോലീസിന്റെ നോട്ടീസിൽ ആവശ്യപ്പെട്ട സമയത്തിനും അരമണിക്കൂർ മുമ്പ് ഹാജരാവുകയായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോ. ഉച്ചയ്ക്ക് ശേഷം മകൻ ഹാജരാകുമെന്ന് അച്ഛൻ പറഞ്ഞത് പെരുങ്കള്ളമാണെന്നും മാധ്യമങ്ങളെ പറ്റിക്കാനാണെന്നും വ്യക്തമായി. 32 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചോദ്യാവലിക്കാണ് ഷൈൻ ടോം ചാക്കോ മറുപടി നൽകേണ്ടത്. നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരായി. പോലീസ് നൽകിയ നോട്ടീസിനെ തുടർന്നാണ് ഷൈനിന്റെ വരവ്. താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും സാഹസികമായി നടൻ രക്ഷപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയത്. പോലീസ് നോട്ടീസിൽ പറഞ്ഞതുപോലെ കൃത്യം 10 മണിക്ക് ഷൈൻ പോലീസിന്റെ മുന്നിലെത്തി. നേരത്തെ ഉച്ചയ്ക്ക് 3 മണിക്ക് മകൻ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത്. ഇത് പോലീസിന്റെ മുന്നിൽ മകൻ എത്തുന്നത് ആരും പകർത്താതിരിക്കാനുള്ള തന്ത്രമായിരുന്നു എന്നാണ് സൂചന. പോലീസ് പറഞ്ഞതുപോലെ തന്നെ സമയത്ത് ചെല്ലാനുള്ള നിയമോപദേശമാണ് ഷൈനിന് കിട്ടിയതും. നിലവിൽ കേസൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമില്ല. കാര്യങ്ങൾ ചോദിച്ച ശേഷം പറഞ്ഞു വിടുക തന്നെ ചെയ്യും. ഭാവിയിൽ കേസെടുത്താലും മുൻകൂർ ജാമ്യത്തിനടക്കം ഈ നീക്കം തുണയാകും. കേസുമായി സഹകരിക്കുന്ന വ്യക്തിയാണ് താനെന്ന് കോടതിയിൽ പറയാൻ കൂടിയാണ് ശനിയാഴ്ച തന്നെ ഷൈൻ പറഞ്ഞ സമയത്ത് അരമണിക്കൂർ മുമ്പ് പോലീസിന് മുന്നിലെത്തിയത്. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ചോദ്യം ചെയ്യൽ നിർണായകം തന്നെയാണ്. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. ബുധനാഴ്ച രാത്രിയിൽ എറണാകുളം നോർത്തിലെ ഹോട്ടലിൽ നിന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവം നടന്നത് എറണാകുളം നോർത്ത് സ്റ്റേഷൻ പരിധിയിലാണ്. എറണാകുളം സെൻട്രൽ ACPക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളതും അതുകൊണ്ടാണ്. നടൻ ഹോട്ടലിലെ പടികൾ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. 5ലധികം പോലീസുകാരായിരുന്നു പരിശോധനയ്ക്ക് എത്തിയത്. പോലീസ് മുറിയിലെത്തിയപ്പോഴേക്കും ഷൈൻ ജനൽ വഴി ഊർന്ന് താഴേക്ക് ഇറങ്ങി പിന്നീട് പടികൾ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ലഹരി ഉപയോഗം ഉണ്ടെന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയത്. കലൂരിലെ വേദാന്ത ഹോട്ടൽ മുറിയെടുത്തത് എന്തിന്, ഒളിവിൽ പോയത് എന്തിന് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരുത്താനാണ് ഇനി പോലീസിന്റെ നീക്കം. ഷൈൻ ടോം ചാക്കോ ലഹരി റെയ്ഡിനിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിന്റെ കാരണം നേരിട്ട് വിശദീകരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പോലീസ് ഇന്നലെ ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകിയത്. ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ 32 ചോദ്യങ്ങളടങ്ങിയ പ്രാഥമിക ചോദ്യാവലിയാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് തയ്യാറാക്കിയത്. ഹോട്ടലിൽ പരിശോധന നടത്തുന്ന രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങൾ ഇഴകീറി ചോദിക്കാൻ തന്നെയാണ് നീക്കം. ഷൈൻ ടോം ചാക്കോയുടെ കഴിഞ്ഞ 1 മാസത്തെ കോൾ ലോഗുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. സമീപകാലത്ത് ഷൈൻ നഗരത്തിൽ താമസിച്ച 6 ഹോട്ടലുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈനെ സന്ദർശിച്ചവരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കി കഴിഞ്ഞു. അടുത്തിടെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. ഷൈനുമായി ബന്ധപ്പെട്ട എക്സൈസിന് കിട്ടിയ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും ഷൈൻ ടോം ചാക്കോ കുടുങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വളരെ വിശദമായ അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കൊക്കൈൻ കേസിൽപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ട നടപടി, അതിനുശേഷം അതിനെക്കുറിച്ച് വളരെ വിശദമായ വിവരങ്ങൾ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. കേസന്വേഷണത്തിന് അടക്കമുണ്ടായ പാളിച്ചകൾ കോടതി അക്കമിട്ട് നിരത്തുകയും ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു അന്വേഷണം കൂടി വരുന്നത് എന്നതും ഏറ്റവും നിർണായകമാവുകയാണ്.